നമസ്തേ. ജനക്ഷേമത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. രാജ്യത്തെ കർഷകർക്ക് കൈത്താങ്ങായി ഒട്ടേറെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ സുപ്രധാനമായൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഈ പദ്ധതി പ്രകാരം സ്വന്തമായി കൃഷിഭൂമിയുള്ളവർക്കും പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർക്കും നിബന്ധനകൾക്ക് വിധേയമായി വേഗത്തിൽ വായ്പ ലഭ്യമാക്കുന്നു. കുറഞ്ഞ പലിശ നിരക്കും നിശ്ചിത പരിധിവരെ ജാമ്യം വേണ്ട എന്നുള്ളതും കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയെ ജനകീയമാക്കുന്നു. हमारे देश में 85% किसान छोटे किसान हैं, बहुत छोटा सा जमीन का टुकड़ा है उनके पास। इतने बैंकों के होते हुए भी हमारा छोटा किसान बाजार से किसी तीसरे से महंगे ब्याज पर ऋण लेने के लिए मजबूर था। हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा और इसका दायरा पशुपालक और मछुआरों तक हमने बढ़ा दिया। കർഷകരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും അവരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിലേക്കും വേണ്ടി പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ഒരു ജനപ്രിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ്. പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡിലെ ഗുണഭോക്താക്കളെ തേടി നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് വിഴിഞ്ഞം വില്ലേജിലെ വെങ്ങാനൂർ ഏലായിലാണ്. ഈ പ്രദേശത്ത് 100 കണക്കിന് കർഷകരാണ് പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. ഈ പദ്ധതി പ്രകാരം കർഷകരെ അമിത പലിശക്കാരിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. 1,60,000 രൂപ വരെ യാതൊരു ജാമ്യവുമില്ലാതെ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് ലഭിക്കും. 1,60,000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ജാമ്യപ്രകാരമാണ് ഈ ലോൺ ലഭിക്കുന്നത്. കിസാൻ കാർഡ് എടുത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. നമ്മൾ SBI നിന്നാണ് ലോൺ എടുത്തിരിക്കുന്നത്. 21 പേരുണ്ട് കർഷകർ. കറക്റ്റായിട്ട് നമ്മൾ അടച്ച് പുതുക്കി എടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് സ്വർണം പണയം വയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ചെന്ന് നമ്മൾ ഈ അടച്ച പൈസ തന്നെ പുതുക്കി തരും. ഞാൻ വെങ്ങാനൂർ വയലിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ്. എനിക്ക് കുറച്ച് ഭൂമിയുണ്ട്. അതിൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഞാൻ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു. ഞാൻ കിസാൻ ലോൺ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറേ അടച്ചു തീർത്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 40,000 ആയിരുന്നു. അത് കുഴപ്പമില്ല, അത് നല്ല സ്കീമാണ്. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കാർഷിക മേഖലയിൽ, മത്സ്യബന്ധന മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ മേഖലയിലുള്ളവർക്കും ഈ പ്രധാനമന്ത്രി കിസാൻ കാർഡ് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് 4% മാത്രമേ പലിശ കൊടുക്കേണ്ടി വരുന്നുള്ളൂ എന്നുള്ളതാണ്. 9% പലിശ. അതിൽ 5% കർഷകർക്ക് സബ്സിഡിയായിട്ടാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. മറ്റൊന്ന് ദീർഘകാല വായ്പയാണ്. 5 വർഷം വരെ ഇതിന് കാലാവധി ഉണ്ടാവും. അപ്പോൾ ഇത് ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടാനുസരണം പിൻവലിക്കാനും തിരിച്ച് അത് അക്കൗണ്ടിലേക്ക് മാറ്റാനും ഈ ക്രെഡിറ്റ് കാർഡിൽ സൗകര്യമുണ്ട് എന്നുള്ളതാണ്. നാം ഉപയോഗിക്കുന്ന പൈസയ്ക്ക് മാത്രം ഇൻട്രസ്റ്റ് നമ്മൾ അടച്ചാൽ മതിയാകും.
അത്യാവശ്യ ഘട്ടത്തിൽ ഈ മഴയൊക്കെ വന്ന് പോകുന്ന സമയത്ത് എല്ലാം നശിക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്കീം കിട്ടിയാൽ അത് നമുക്ക് വീണ്ടും വിളവിറക്കാൻ സാധിക്കും. ഈ ഒരു വർഷത്തിനകം തന്നെ 50,000 രൂപ എടുത്തിട്ട് 20,000 രൂപ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന 30,000 രൂപയുടെ പലിശ അടച്ചാൽ മതി. പലിശ നമ്മൾ കറക്റ്റായിട്ട് അടച്ചാൽ 4%, അല്ലെങ്കിൽ 7% ആവും, ഇല്ലെങ്കിൽ 11% മാറും. നമുക്ക് കിട്ടുന്നതനുസരിച്ച് കൊണ്ടിടുകയും പലിശ അതിന് ഉള്ള ഇളവ് ഉള്ളത് കൊണ്ട് അത് നല്ല പ്രൊജക്റ്റാണ്. കൃത്യമായിട്ട് അടച്ചാൽ അത് കൊള്ളാവൂ. ഒരു വർഷമാകുന്ന സമയത്ത് മുഴുവൻ പലിശയും ഇവർ ക്ലോസ് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ലോൺ ഹ്രസ്വകാല വായ്പ വീണ്ടും അവർക്ക് പുതുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൃത്തിയായിട്ട് കറക്റ്റായിട്ട് അടയ്ക്കുകയാണെങ്കിൽ ലോണ് ലാഭം, ഇല്ലെങ്കിൽ നഷ്ടം. അടവ് വന്നില്ലെങ്കിൽ നമുക്ക് ഈ മഴക്കാലം ആകുമ്പോൾ വെള്ളം കയറുമ്പോൾ നമുക്ക് കൃഷി നഷ്ടമാണ്. അപ്പോഴും നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 2-3 മാസം മുടങ്ങുമ്പോൾ പലിശ ഇരട്ടിച്ച് വരും. അവർ 4% എന്ന് പറയുന്നത് ഒരു 7 11 കർഷകരുടെ എല്ലാത്തരം കാർഷിക ആവശ്യങ്ങൾക്കും പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി. വിത്ത് വിതയ്ക്കുന്നത് മുതൽ വിപണി കണ്ടെത്തുന്നത് വരെയുള്ള കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള തുകയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പ്രകാരം വായ്പയായി അനുവദിക്കുന്നത്. അമിതമായിട്ട് പലിശ ഈടാക്കുന്ന ആളുകളിൽ നിന്ന് ഇന്ത്യയിലെ മുഴുവൻ കർഷകരെയും രക്ഷിക്കുന്നതിന് അവരുടെ ചെറിയ ചെറിയ കാർഷിക ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് തുച്ഛമായ പലിശയ്ക്ക് 4% പലിശയ്ക്ക് കർഷകരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോൺ ലഭിക്കുന്നത് കാർഷിക മേഖലയിൽ ലഭിക്കുന്നത് വിത്ത് വാങ്ങുന്നതിന്, വിളവിറക്കുന്നതിന്, കാർഷിക ഉപകരണങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിന് എല്ലാം തന്നെ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയും. പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർ, ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ, അതേപോലെ തന്നെ പാട്ടത്തിന് ഭൂമി എടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കും ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. JLG ഗ്രൂപ്പുകൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ കാർഷിക സ്വയം സഹായ സംഘങ്ങൾ, ഫാർമേഴ്സ് ക്ലബ്ബുകൾ, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ കർഷകർക്കും ഈ ലോൺ ലഭിക്കും. ഇന്ത്യയിലെ കർഷകരുടെ ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അത് ലഭിക്കുന്ന മുഴുവൻ കർഷകർക്കും ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. അവർക്കെല്ലാം തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ
പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതിന് യോഗ്യതയുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ് 2021 എല്ലാ കിസാൻ സമ്മാൻ നിധി 6000 രൂപ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ കർഷകർക്കും മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് അവരുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ലഭിക്കാൻ അവർ യോഗ്യതയുള്ളവരാണ്. പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പ്രകാരം മൃഗസംരക്ഷണ മേഖലയിലുള്ള കർഷകർക്കും ഈ ആനുകൂല്യം ലഭിക്കും. അവർക്ക് പശു വാങ്ങുന്നതിന് ആട്, കോഴി, മുയൽ, പക്ഷികൾ, പന്നി വളർത്തൽ തുടങ്ങിയ മുഴുവൻ കർഷകർക്കും ഈ 4% പലിശയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ കാർഡ് ലഭിക്കുമെന്നുള്ളതാണ്. ഇതിനുവേണ്ടി നാം അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ പോയി അവിടെ ഇതിനുള്ള അപേക്ഷാഫോം ഉണ്ടാവും. അത് നമ്മൾ വാങ്ങി അത് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ് മത്സ്യമേഖലയിലുള്ള മുഴുവൻ ആളുകൾക്കും ലഭിക്കും. ഉദാഹരണമായിട്ട് മറൈൻ ഫിഷറീസിന് ഈ ആനുകൂല്യം ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഉൾനാടൻ മത്സ്യ കർഷകർക്കും ഈ 3 ലക്ഷം രൂപ വരെ 4% പലിശയ്ക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. നമ്മൾ പൈസ ലോൺ അടച്ചു, ഒരു 10-15 രൂപ അടച്ച് നമുക്ക് നാളെ പെട്ടെന്ന് ആവശ്യമുണ്ട്, ഓടിച്ചെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തരും, പൈസ തരും. അപ്പോഴേ രേഖ കൊടുക്കണ്ട, ഈ ആദ്യം കൊടുത്ത രേഖ മതി. കർഷകർക്ക് ഇതൊരാശ്വാസമാണ്. ഈ ലോണ് പെട്ടെന്ന് കിട്ടുന്നത് നമുക്ക് എളുപ്പം, വേറെ ഒരാളിനെ ആശ്രയിക്കാതെ പെട്ടെന്ന് ഈ ലോൺ എടുക്കാം. പിന്നെ നമ്മളെ കൃഷി വന്ന് ബാങ്കിൽ നിന്ന് മാനേജരും ഫീൽഡ് ഓഫീസറും എല്ലാവരും വന്ന് കാണും. നമ്മൾ ഈ ലോൺ എടുത്തിട്ട് തന്നെ 10-15 വർഷം കൊണ്ട് ലോൺ എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അല്ലാതെ കൃഷി തുടങ്ങിയിട്ട് 10-25-30 വർഷം ആകും. നമ്മൾ ആദ്യം കീരയും വെള്ളരി, പടവലം, പാവലം, പിന്നെ കോവയ്ക്ക, ചതുരപ്പയർ എല്ലാം ഉണ്ട്. ഇപ്പം വെറും കീര, പിന്നെ വീട്ടുകടയിൽ കുമ്പളം, തട്ട് കൃഷിയുണ്ട്. കേരളത്തിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ജാമ്യമില്ലാതെ 1,60,000 രൂപ വരെയും തുടർന്ന് 3 ലക്ഷം രൂപ വരെ തുച്ഛമായ പലിശയ്ക്ക് 4% പലിശയ്ക്ക് ഈ ക്രെഡിറ്റ് പദ്ധതിയിൽ അംഗങ്ങളായി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും ജീവിത നിലവാരം വളരെയധികം 10 മടങ്ങ് ഇരട്ടിയാക്കാനും ഓരോ കർഷകനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാർ പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി ചെയ്യുന്ന ഈ പദ്ധതി എത്രത്തോളം ഗുണപ്രദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ഗുണകരമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ബാങ്കുകൾ വഴി നേരിട്ടും ഓൺലൈനായും പദ്ധതിയിൽ ചേരാൻ അപേക്ഷ നൽകാവുന്നതാണ്. പദ്ധതിയിൽ ചേരുന്ന മുഴുവൻ കർഷകർക്കും കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 18 വയസ്സ് മുതലുള്ള എല്ലാ കർഷകർക്കും പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് പദ്ധതിയിൽ അംഗങ്ങളായി ചേരാൻ സാധിക്കും. പദ്ധതിയുടെ വിജയത്തെ തുടർന്ന് 2025 ജനുവരി മുതൽ ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുന്ന പരിധി 1,60,000 നിന്ന് 2 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇത്
ലോകത്തിൽ തന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ബൃഹത്തായിട്ടുള്ള ഒരു കർഷകക്ഷേമ പദ്ധതിയാണ്. അതായത് മറൈൻ ഫിഷറീസിൽ ബോട്ട്, വള്ളം സ്വന്തമായിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. അതേപോലെ ഉൾനാടൻ കർഷകർ, അവർക്ക് കുളങ്ങൾ, ടാങ്കുകൾ, ജലാശയങ്ങൾ, ഇവിടെയെല്ലാം മത്സ്യബന്ധനം നടത്തുന്നവർക്ക് അല്ലെങ്കിൽ മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. കർഷകർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ നമുക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ നേരിട്ട് മാനേജരെ സമീപിച്ച് ഈ പദ്ധതിയിൽ ചേരാം. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ IT ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൻ്റെ കീഴിലുള്ള കോമൺ സർവീസ് സെൻറ്റർ ഡിജിറ്റൽ സേവ CSC കേന്ദ്രങ്ങൾ വഴി ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. നേരിട്ടും അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകളുടെ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളുടെ വെബ്സൈറ്റിൽ നേരിട്ടും നമുക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സാഹചര്യം ഈ ക്രെഡിറ്റ് പദ്ധതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിൽ കർഷകർക്ക് ചേരുന്നതിന് നിർബന്ധമായിട്ടും പാൻ കാർഡ് ഉണ്ടാവണം, ആധാർ അല്ലെങ്കിൽ വോട്ടർ ID, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും രേഖകളുമായിട്ട് ബാങ്കിനെയോ കോമൺ സർവീസ് സെൻറ്ററിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ബാങ്ക് ആവശ്യപ്പെടുന്ന ഇപ്പോൾ ഭൂമിയുടെ കരം രസീത് അല്ലെങ്കിൽ പാട്ട കർഷകരാണ് എങ്കിൽ അവരുടെ പാട്ട ഉടമ്പടി ഇതിന് രേഖയായിട്ട് ബാങ്കിൽ സമർപ്പിക്കേണ്ടതാണ്. ഇത്രയും രേഖകളുമായി കർഷകൻ ബാങ്കിനെയോ കോമൺ സർവീസ് സെൻറ്ററിനെയോ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 18 വയസ്സിനും 75 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക് അംഗമാകാൻ കഴിയും. മുതിർന്ന പൗരന്മാർക്ക് കുടുംബത്തിലെ ഒരാളിനെ അനന്തരാവകാശിയായിട്ട് നോമിനേറ്റ് ചെയ്യേണ്ടതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർ ഒരു അവകാശിയെ കൂടെ ഇതിൽ നോമിനേറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് എളുപ്പമാണ്. കാരണം ഒരു കരം തീർത്ത രസീത്, വായ്പ, ഇത് മൊത്തത്തിൽ ഫസ്റ്റ് നമ്മളെല്ലാം കൊടുക്കണം. പാട്ടച്ചീട്ട് നമ്മളെ സ്വന്തം ഭൂമി വെച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കൃഷിഭവനിൽ നിന്ന് കൃഷി ഓഫീസർ സർട്ടിഫിക്കറ്റ് തന്ന്, പിന്നെ വില്ലേജിൽ നിന്ന് കൈവശ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്താണ് എടുക്കണം. അത് പിന്നെ വർഷം തോറും നമ്മൾ പുതുക്കി എടുക്കുമ്പോൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണം. ഇതേപോലെ വീണ്ടും കൊടുക്കണം. രേഖകളെല്ലാം വർഷം തോറും കൊടുക്കണം. അങ്ങനെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു പ്രത്യേകത, കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഘട്ടവും സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഈ കർഷകരുടെ KCC ലോഗിൻ ID ഉപയോഗിച്ച് അത് ഓപ്പൺ ചെയ്തിട്ട് അവരുടെ ഇപ്പോഴത്തെ നിലവാരം, ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓരോ ഘട്ടവും ഏത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും, ഈ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ലോൺ എടുത്തിട്ടുള്ള ബാങ്കിൻ്റെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് ഇനി ബാലൻസ് അടയ്ക്കാനുള്ളതെന്നും അല്ലെങ്കിൽ എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം ലഭിക്കത്തക്ക രീതിയിൽ ഏറ്റവും സുതാര്യമായിട്ടും കർഷകരോട് ഒരു വലിയ ഫ്രണ്ട്ലി ആയിട്ടാണ് കേന്ദ്ര സർക്കാർ
ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഇന്ത്യയിലുള്ള മുഴുവൻ കർഷകർക്കും നടപ്പിലാക്കി വരുന്നത്. പ്രധാനമന്ത്രി കിസാൻ ക്രെഡിറ്റ് കാർഡിൽ ചേരുന്ന എല്ലാ കർഷകർക്കും കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയിൽ 15 രൂപയാണ് പ്രീമിയം. അതിൽ 10 രൂപ നാം കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ബാങ്കാണ് നിക്ഷേപിക്കേണ്ടത്. 5 രൂപ കർഷകർ അവരുടെ ഗുണഭോക്തൃ വീതമായിട്ട് ഇൻഷുറൻസ് പദ്ധതിയിൽ അടയ്ക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ കർഷകൻ മരണപ്പെട്ടു പോയാൽ കുടുംബത്തിന് 50,000 രൂപ അവർക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ അംഗവൈകല്യം സ്ഥിരമായിട്ട് അംഗവൈകല്യം സംഭവിച്ചാലും ഈ കർഷകർക്ക് 50,000 രൂപയുടെ ആനുകൂല്യം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഇതിന് പോളിസി എടുക്കുന്ന ആ കമ്പനിയിൽ ഇവരുടെ അവകാശികൾ അല്ലെങ്കിൽ കർഷകൻ അംഗവൈകല്യം അനുഭവിച്ച കർഷകൻ ക്ലെയിം ചെയ്യേണ്ടതാണ്. ഇതുപ്രകാരം ലോൺ എടുക്കുന്നവർ കൃത്യമായിട്ട് തിരിച്ചടച്ചാൽ 4% പലിശയ്ക്കാണ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 5 വർഷത്തേക്കാണ് ഈ പദ്ധതി ഒരു വ്യക്തിക്ക്, ഒരു കർഷകന് കിട്ടുന്നത്. ഇത് എല്ലാ ജനങ്ങൾക്കും അറിയില്ല അത് കറക്റ്റാണോ ഇല്ലയോ എന്ന്. നമുക്ക് ആവശ്യമുള്ള തുക എടുക്കാം, ബാക്കി അവിടെ വിട്ടിരിക്കാം. അപ്പം നമ്മൾ എടുക്കുന്നതിൻ്റെ പലിശയാണ് ഇത് വരുന്നത്. ആ സ്കീം ഇപ്പോഴാണ് അവർ പുറത്ത് വിട്ടിട്ടുള്ളത്. ഈ ജാമ്യമില്ലാതെ ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ കാർഡ് 1 വർഷത്തിനകമാണ് ഹ്രസ്വകാല വായ്പ തിരിച്ചടയ്ക്കേണ്ടത്. പക്ഷെ ഒരു വിളവിറക്ക് സമയത്ത് ആവശ്യമായ തുക മാത്രം ഇവർക്ക് പിൻവലിക്കാൻ കഴിയുന്നതും ഒരു പ്രത്യേകതയാണ്. 1,60,000 രൂപ ക്രെഡിറ്റ് കാർഡ് പാസ്സായിട്ടുണ്ട് എങ്കിലും ഒരു കർഷകന് 50,000 രൂപയുടെ ആവശ്യമുള്ളൂ എങ്കിൽ ആ 50,000 രൂപ പിൻവലിച്ചാൽ മതി. ആ പിൻവലിക്കുന്ന തുകയ്ക്കുള്ള പലിശ മാത്രം കർഷകൻ ബാങ്കിൽ അടച്ചാൽ മതി എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. पहले किसान क्रेडिट कार्ड हर कोई किसान को नहीं मिलता था. हमारी सरकार ने किसान क्रेडिट कार्ड की सुविधा देश के हर किसान के लिए उपलब्ध कराने के लिए हमने नियमों में भी बदलाव किया है. अब किसानों को खेती से जुड़े कामों के लिए आसानी से आवश्यक पूंजी मिल रही है. इसमें उन्हें दूसरों से ज्यादा ब्याज पर कर्ज लेने की मजबूरी से भी मुक्ति मिली है. സാധാരണക്കാരായിട്ടുള്ള കർഷകരെ കൊള്ള പലിശക്കാരിൽ നിന്ന് രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. ഇതിലേക്ക് കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരായ കർഷകരും ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറണം. നിങ്ങളുടെ ജീവിത നിലവാരവും വരുമാനവും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാജ്യത്തെ മുഴുവൻ കർഷകരെയും ദേശീയ കർഷക രജിസ്ട്രിയിലൂടെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടുള്ള പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ട് കഴിഞ്ഞു. കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലുള്ള കർഷകർക്കായി ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളുടെയും ഗുണം ലഭിക്കണമെങ്കിൽ മുഴുവൻ കർഷകരും ദേശീയ കർഷക രജിസ്ട്രിയിൽ അംഗങ്ങളാകേണ്ടതുണ്ട്. ദേശീയ കർഷക രജിസ്ട്രിയിൽ എങ്ങനെ അംഗമാകാം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനക്ഷേമത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം സമാപിക്കുന്നു. നന്ദി, നമസ്തേ.